കേരളത്തിൽ എത്ര മുഖ്യമന്ത്രി ഉണ്ട്? ഒരാളല്ലേ. പിന്നെന്താ എം എൽ എക്ക്? ഈ എം എൽ എ ആയി വന്ന ആളെ തെരഞ്ഞെടുത്തിട്ട് മുഖ്യമന്ത്രി ആക്കിയത്. അപ്പൊ അയാളെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു എം എൽ എ അല്ലേ ആവുന്നത്. നന്ദകുമാർ ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അയ്യോ, ഭയങ്കര സപ്പോർട്ട്. എന്റെ പൊന്നെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ എന്റെ പൊന്നുപോലെ ഈ സാധനം വാങ്ങിച്ചിട്ട് ജീവിതം രക്ഷപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. വൈദവ ഒരു വിഷയമുള്ളത്, താങ്കൾ പറയുന്നു താങ്കൾ എം എൽ എ ആയാൽ നിയമ ഭേദഗതി കൊണ്ടുവരും. എന്റെ ആശയം കേൾക്കുന്ന ഒരാളും എന്നെ എതിർത്ത് പറയുന്നില്ല. ഈ പൊങ്കാല ഇടുന്ന മൊത്തം പാർട്ടി പ്രവർത്തകരായിരിക്കും. കാര്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നഷ്ടം പാർട്ടിക്കാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഒരുപാട് പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു വിചിത്രമായ ഒരു വാഗ്ദാനം നൽകിയ ഒരു സ്ഥാനാർത്ഥിയാണ് എനിക്കൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തിന്റെ പേര് നന്ദകുമാർ എന്നാണ്. ചേർത്തലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ ആ വാഗ്ദാനം അത് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ഇദ്ദേഹത്തിന് ആളുകൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ വാഗ്ദാനം എന്നുള്ളത് നന്ദകുമാർ തന്നെ പറഞ്ഞു. അതായത് സകല കൂലിപ്പണിക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരാക്കുക. താങ്കൾ ചേർത്തലയിൽ ജയിച്ചാൽ സകല കൂലിപ്പണിക്കാരെയും സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള നിയമം ഭേദഗതി ചെയ്യുക. ഇതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേരിൽ 370 രൂപ കൂലിക്കാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് 1500 രൂപ ഈ പറയുന്ന തൊഴിലാളികൾക്ക് ആക്കി കൊടുക്കുക. ഇത് രണ്ടുമാണ് എൻ്റെ ബേസിക്. എല്ലാ കൂലിപ്പണിക്കാരെയും സർക്കാർ ജീവനക്കാരാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം. ഇതൊക്കെ വല്ല നടക്കുമോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടോ ഞാൻ പറയട്ടെ, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കാൻ വന്നിട്ട് അതിനെ ഓടിച്ചു വിട്ടിട്ട് നമ്മളിവിടെ ഭരണം ഏറ്റെടുത്തില്ലേ? ഇത് നടക്കുമോ എന്ന് അന്ന് ഇതേപോലെ ആൾക്കാർ ചോദിച്ചായിരുന്നു. എന്നിട്ടിപ്പോൾ ഇത് നടന്നില്ല. ഇവിടെ നടക്കാത്തായിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ താങ്കൾ ഒരു മുന്നണിയുടെ ഭാഗമല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വ്യക്തിയാണ്. ഇനി ഒരു മിറാക്കിൾ സംഭവിച്ചു, താങ്കൾ അങ്ങ് ജയിച്ചു എന്ന് കൂട്ടുക. ജയിച്ചാൽ പോലും ഒരു എം എൽ എ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയൊക്കെ വരുത്തി മുഴുവൻ കൂലിപ്പണിക്കാരെയും സർക്കാർ ജോലിക്കാരാക്കൂ എന്നൊക്കെ പറയുന്നു? കേൾക്കുമ്പോൾ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കും. അതായത് ചോദിക്കുന്ന ആൾക്കാരുടെ കുഴപ്പം ഞാൻ തീർത്തു തരാം. സർക്കാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ദാറ്റ് ഈസ് എ സിസ്റ്റം. ഒരു സിസ്റ്റമാണ്. അതായത് നമ്മളൊരു മെഷീൻ ആണെന്ന് അങ്ങ് കരുതുക. അതാണ് സർക്കാർ. ഈ സിസ്റ്റം ഉണ്ടാക്കണതാരാ? ജനപ്രതിനിധികളാണ്, അല്ലേ? ജനപ്രതിനിധികളെ ഉണ്ടാക്കണതാരാ? ജനങ്ങളാണ്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി വന്നിട്ട് ഒരു സ്ഥലത്ത് വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് ഒരു പരിപാടി നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പറയുന്നത്. അല്ലാതെ ഇത് മാനത്തുനിന്ന് പൊട്ടി വീണൊന്നുമല്ലല്ലോ. അപ്പൊ ഈ സിസ്റ്റം ശരിയാക്കാണെങ്കിൽ ജനപ്രതിനിധി വേണം. ജനപ്രതിനിധി ഉണ്ടല്ലോ. ആരെയുള്ള? നമ്മുടെ പി പ്രസാദ് വിജയിച്ച മണ്ഡലമാണ് ചേർത്തല. കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ജയിക്കാൻ പറ്റുമെന്ന് നന്ദകുമാർ പ്രതീക്ഷയുണ്ടോ? ജനങ്ങൾക്ക് ബുദ്ധി കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയൊക്കെ മാറും. BJP മാറും, കോൺഗ്രസും മാറും. ഇതെല്ലാം മാറിയിട്ട് സ്വതന്ത്ര ചിന്താഗതി വരും. അല്ല, അപ്പൊ നന്ദകുമാർ ചേർത്തല ഇത്തവണ ജയിക്കും? പിന്നെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി നടത്തുന്നത്. ഞാൻ മറ്റേ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗിന്റെ ആളാണ്. അവരൊക്കെ തോറ്റുപോയവരാണ്, പക്ഷെ അവരെല്ലാം ജയിക്കാൻ വേണ്ടി കളിച്ചവരാണ്. വാർത്ത അങ്ങോട്ട് പരക്കട്ടെന്ന്, വാർത്ത ജനങ്ങളിലെത്തി ജനങ്ങളുടെ ചിന്താബോധം ഉണരട്ടെ. ഇപ്പം ഞാൻ പറയുന്നത്, സർക്കാർ ശരിയാവാതെ ജനങ്ങൾക്ക് വരുമാനം കിട്ടും. നമ്മൾ ടാക്സ് അടക്കണം. ഇപ്പം ടാക്സ് കൊടുക്കുന്ന ആളാണ്, അല്ലേ? ഇപ്പം നമ്മൾ ടാക്സ് കൊടുക്കുന്ന സർക്കാരിനാണല്ലോ, അല്ലാതെ പ്രൈവറ്റുകാർക്കല്ലല്ലോ. അപ്പം നമ്മളെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? സർക്കാർ നമ്മളെല്ലാവരും നോക്കണം, അല്ലേ? അപ്പം ഞാൻ MLA ആയെന്ന് വെച്ചോ, ഞാൻ പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന ഈ ആശയം ആദ്യം MLA ഏറ്റെടുക്കും. ഫുൾ റിസ്ക്, മനസ്സിലായോ? എന്നിട്ട് ആ MLAയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഈ സാധനം ഞാൻ വർക്കൗട്ട് ആക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ആ പഞ്ചായത്തിലുള്ള സകല ആൾക്കാരെയും ഒരു ആപ്പിലേക്ക്, അതായത് ഒരു വെബ്സൈറ്റിലേക്ക്, ആപ്പിലേക്ക് ഞാൻ എൻട്രി ചെയ്യിപ്പിക്കും. ഇപ്പം 2.5 ലക്ഷം ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ചേർത്തല മണ്ഡലത്തിലുള്ളത്. എല്ലാവരെയും ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് തൊഴിലാളികളുണ്ട്, മുതലാളിമാരുണ്ട്, എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരാൾക്കൊരു വീട് പണിയണം, അല്ലെങ്കിൽ ഒരാൾക്ക് വീടിന് പെയിൻ്റ് അടിക്കണമെന്ന് വെച്ചു. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കേണ്ട ആൾ നിലവിലൊരു നാട്ടിലുള്ളൊരു പണിക്കാരനെ വിളിക്കണം. ഇവൻ വന്ന് കൃത്യമായിട്ട് പെയിൻ്റ് അടിച്ചില്ലെന്ന് വെച്ചു, ഇയാൾ എന്ത് ചെയ്യും? വീട്ടുപണിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു തച്ചിൽ തീരേണ്ട സാധനം 3 തച്ചവരെ കൊണ്ടുപോയാലും ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പെയിൻ്റ് അടിച്ചിട്ട് ഇവർ പൈസ കൊടുത്തില്ലെന്ന് വെച്ചു, ഇയാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഈ പെയിൻ്റ് അടിക്കേണ്ട പൈസ അതിന് നമ്മളൊരു മാർക്ക് ഇടുമല്ലോ, നമ്മുടെ MLAയുടെ അണ്ടറിലുള്ള ഉദ്യോഗസ്ഥർ വന്ന് മാർക്ക് ഇട്ടിട്ട് ഇത് ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പൈസ MLAയുടെ ഞാൻ ഉണ്ടാക്കുന്ന ഈ യൂണിറ്റിലേക്ക് അടച്ചാൽ മതി. അവിടെ നിന്ന് എല്ലാവർക്കും മാസ ശമ്പളം, അതായത് ഈ പറയുന്ന തൊഴിലാളികൾക്കൊക്കെ മാസ ശമ്പളം. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തോ രാഷ്ട്രീയം, നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ?
അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ താങ്കൾ പറയുന്നു ചേർത്തല മണ്ഡലത്തിൽ ഇക്കുറി താങ്കൾ വിജയിക്കുമെന്ന് തീർത്ത് പറയുന്നു. ഉറപ്പായിട്ടും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2,06,000-ഓളം വോട്ടർമാരാണ് ചേർത്തല മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. LDF, UDF, NDA കൂടാതെ 3-4 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അന്ന് മത്സരിച്ചിരുന്നു. അന്ന് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 501 വോട്ടാണ്. അപ്പൊ 500 പേർക്ക് ബുദ്ധിയുണ്ട്. 501 വോട്ടാ കിട്ടി. 500 പേർക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ആ സ്ഥാനത്താണ് നന്ദകുമാർ പറഞ്ഞത് ഇത്തവണ താങ്കൾ വിജയിക്കുമെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ 500 പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധി വെച്ചല്ലോ. അവരാരും പാർട്ടിക്ക് വോട്ട് ചെയ്യാവുന്നതുകൊണ്ടല്ലേ സ്വതന്ത്രനെ വോട്ട് ചെയ്തത്. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിക്കാർ ഭരിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അവരടിമകളാണ്. ആ അടിമത്തം മാറണമെങ്കിൽ അവർക്ക് ആദ്യം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ എൻ്റെ ആശയങ്ങൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിയാൽ ഞാൻ എഴുതി വെച്ച് തരാം. എൻ്റെ ആശയങ്ങൾ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും എനിക്ക് വോട്ട് ചെയ്യും. എല്ലാ കൂലിപ്പണിക്കാരും സർക്കാർ തൊഴിലാളികളാക്കും എന്നൊരു പോസ്റ്റും ആ പോസ്റ്റിനടിയിൽ വരുന്ന പൊങ്കാലയൊക്കെ കണ്ടിട്ടാണ് താങ്കളെ തിരക്കി വന്നത്. ഈ പൊങ്കാല ഇടുന്ന മൊത്തം പാർട്ടി പ്രവർത്തകരായിരിക്കും. കാര്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നഷ്ടം പാർട്ടിക്കാണല്ലോ. യഥാർത്ഥത്തിൽ നന്ദകുമാറിന്റെ പ്രൊഫഷൻ എന്താണ്? സംവിധായകനാണ്, ഡയറക്ടറാണ്, സിനിമാ സംവിധായകൻ. സിനിമകൾ ചെയ്ത ഞാനിപ്പോ കമൗണ്ടർ ഐലിൽ എന്ന് പറഞ്ഞിട്ടൊരു പടം റിലീസായി, തിയേറ്ററിൽ റിലീസായി. പിന്നെ അജു വർഗീസിനെ വെച്ചിട്ടൊരു പടം ചെയ്തത് പെട്ടിയിലിരിക്കുന്നുണ്ട്, ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മക്ബൂൽ സൽമാന്റെ ഒരു പടം ഇപ്പം ഷൂട്ട് നടക്കുന്നു. അല്ല, ഇപ്പൊ ഈ സിനിമാ സംവിധായകനായ ഒരു വ്യക്തി പെട്ടെന്ന് അതിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരാം, അല്ലെങ്കിൽ നാട് നന്നാക്കാമെന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താണ്? സിമ്പിൾ. അതായത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ സിനിമ കാണാൻ വരത്തുള്ളൂ. 1000 രൂപ വേണം ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ഫാമിലി ആയിട്ട് വന്ന് കണ്ടിട്ട് പോകണം. 150 രൂപ 160 രൂപ ടിക്കറ്റ്. നിങ്ങൾക്ക് വരുമാനമില്ല, നിങ്ങൾ സിനിമ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യണം? വരുമാനം ഉണ്ടാക്കി തന്നെ. വരുമാനം ഉണ്ടാക്കി താങ്കൾ MLA ആയിക്കൊണ്ട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ആദ്യം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനുശേഷം താങ്കൾ സിനിമ സംവിധാനം ചെയ്യുന്നു. ഈ ജനങ്ങൾ മുഴുവൻ എവിടേക്ക് വരുന്നു? തിയേറ്ററിലേക്ക് വരുന്നു. വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ എന്റർടൈൻമെന്റിന് പോവാത്തത്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എത്ര നല്ല അല്ല, ഇത് എന്നാന്നറിയോ, ഈ വരുമാനം ഉണ്ടാകണമെങ്കിൽ സിസ്റ്റം ശരിയാവണം. ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ പൊങ്കാല ഇടുന്ന ആൾക്കാരുടെ വിഷയം വിട്. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറിയിട്ട് സിസ്റ്റം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ടാഗ്ലൈൻ വെച്ചിട്ട് എന്തോരം ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് ആൾക്കാർ ഇടുന്നുണ്ട്. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് സിസ്റ്റം ശരിയല്ല എന്നാ പറയുന്നത്. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ടന്മാരെയും പൊട്ടന്മാരെയൊക്കെ ഈ പറയുന്ന ജനപ്രതിനിധികളാക്കി വെക്കുന്ന സിസ്റ്റം ആദ്യം നമ്മൾ ജനങ്ങൾ ആദ്യം ഒന്നെടുത്ത് മാറ്റണം. അല്ല, അതായത് നിലവിലുണ്ടായിരുന്ന ജനപ്രതിനിധികളൊക്കെ മണ്ടന്മാരാണ്. ഓബിയസ്ലി ഒരു 50% അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി നമ്മളൊക്കെ ജയിച്ചു വന്നാലേ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഇവിടെ ഒരു ലംബോർഗിനി ചെറുക്കനുണ്ടാക്കി ഇല്ലേ? അപ്പൊ അവൻ വീട്ടിലിരുന്നാണ് ആ സാധനം ഉണ്ടാക്കിയത്. അതിനെന്ത് സപ്പോർട്ടാണ് സർക്കാർ കൊടുത്തേക്കുന്നത്? അതുപോലെ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. എനിക്ക് എന്നാലും മനസ്സിലാകാത്ത ഒരു വിഷയമുള്ളത്, താങ്കൾ പറയുന്നു താങ്കൾ MLA ആയാൽ നിയമ ഭേദഗതി കൊണ്ടുവരും, എല്ലാ കൂലിപ്പണിക്കാരെയും സർക്കാർ തൊഴിലാളികളാക്കും പറയുന്നു. ഒരു ഒറ്റ MLA, ഒരു താങ്കൾ ജയിച്ചൊന്ന് കൂട്ടിക്കൂ, ഒരു സ്വതന്ത്രനായ ഒരു MLA നോക്കി ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത്. കേരളത്തിൽ എത്ര മുഖ്യമന്ത്രി ഉണ്ട്? ഒരാളല്ലേ. പിന്നെന്താ MLA ക്ക്? ഈ MLA ആയി വന്ന ആളെ തെരഞ്ഞെടുത്തിട്ട് മുഖ്യമന്ത്രി ആക്കിയത്. അപ്പൊ അയാളെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു MLA അല്ലേ ആവുന്നത്, അല്ലാതെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ലല്ലോ. ആദ്യം MLA ആണ് വന്നത്. അപ്പൊ MLA വോയിസിനും ചിന്തയ്ക്കും പവർ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഗുണം കിട്ടും. എവിടെ എൻ്റെ നാട്ടിലുള്ള 2.5 ലക്ഷം പേരല്ലേ ഉള്ളൂ. അതിൽ ഒരു പഞ്ചായത്തിൽ എത്ര പേരുണ്ടാവുന്നേ? ഒരു പഞ്ചായത്തിന് വേണ്ട, ഒരു പഞ്ചായത്തിലുള്ള ജനങ്ങളെ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് എത്തിച്ച് സക്സസ് ആക്കി കാണിച്ചാൽ നിയമസഭയിൽ എനിക്കെതിരെ ആര് സംസാരിക്കും? നന്ദകുമാർ ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അയ്യോ, ഭയങ്കര സപ്പോർട്ട്. എന്റെ പൊന്നെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ എന്റെ പൊന്നുമോനെ ഈ സാധനം വായിച്ചിട്ട് ജീവിതം രക്ഷപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇത് വായിച്ചാൽ ആരും ഇതാത്ത സപ്പോർട്ട് ചെയ്യും കേട്ടോ. കാര്യം ഇതിൽ പറയുന്നത് എല്ലാ കൂലിപ്പണിക്കാരെയും സർക്കാർ തൊഴിലാളികളാക്കും, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1500 രൂപ ദിവസ വേതനമാക്കും, അങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. മോഹന വാഗ്ദാനം ഒന്നും പറയരുത്. ഇത് വാഗ്ദാനമല്ല, ഇത് ഉറപ്പാണ്. നിങ്ങൾ ഇത് വായിച്ചു നോക്കിക്ക്. എന്റെ ഉറപ്പെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നന്ദകുമാറിന്റെ ഉറപ്പാണ്. പൊളിക്കും. ചേർത്തലയിലെ LDF, UDF, NDA മുന്നണികൾക്ക് നന്ദകുമാർ ഒരു ഭീഷണിയാണ് 100%. കാര്യം അവരുടെ ആശയവും എൻ്റെ ആശയവും എക്സ്ട്രീംലി വേറെയാണ്. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ആശയം കേൾക്കുന്ന ഒരാളും എന്നെ എതിർത്ത് പറയുന്നില്ല. അതായത് എൻ്റെ ആശയം മാക്സിമം എത്തിയാൽ മതി. ഈ ആശയം എത്തിയാൽ ജനങ്ങൾ മൊത്തം എൻ്റെ ഒപ്പം നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തോറ്റു. അതായത് നിങ്ങളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചേർത്തലയിൽ ചുമ്മാ ഒന്ന് ക്യാമറ ഇട്ട് ഓടിച്ചു നോക്കുക. അപ്പോൾ കാണുന്നത് അതിൻ്റെ അകത്ത് കുറേ പേര് സൈക്കിൾ ഓടിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരോട് നിങ്ങൾ ജസ്റ്റ് ചോദിക്കുക, ചേട്ടാ നിങ്ങൾക്ക് ബൈക്കുണ്ടോ അല്ലെങ്കിൽ 2 വീലർ ഉണ്ടോ? അവരുടെ ഇല്ല മോനെ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തായിട്ടാ കാരണം? ഇവിടെ 2000-2500 രൂപ CC അടച്ചാൽ ഒരു ബൈക്ക് മേടിക്കാം. അതിനുള്ള പൈസ എടുക്കാൻ പോലും ഇവരുടെ കയ്യിലില്ല. എത്ര വർഷമായി ഇവിടെ ഇപ്പം വികസനം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പിണ്ണാക്കും
ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നന്ദകുമാർ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും താങ്കളുടെ ചിഹ്നം എന്താണെന്നുള്ളത് പറഞ്ഞില്ല. അതായത് ഈ ലോകത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതും ഭയങ്കര സുതാര്യമായിട്ട് പല ഭരണ സംവിധാനങ്ങൾ അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആയുധമാണ് എൻ്റെ ചിഹ്നം. അതാണ് ക്യാമറ. നിങ്ങളുടെ ആയുധവും എൻ്റെ ആയുധവും ഒന്ന് തന്നെയാണ്. ഈ സാധനം ഉണ്ടെങ്കിലുണ്ടല്ലോ സുതാര്യമായിരിക്കും പല കാര്യങ്ങളും. ഇതിൽ നിങ്ങൾ കുത്തി ഈ പ്രാവശ്യം ചേർത്തലയിൽ എന്നെ വിജയിപ്പിച്ചാൽ ഈ പറയുന്ന സ്വർഗ്ഗലോകം ജനങ്ങളായ നിങ്ങൾക്ക് ഞാൻ തരും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. അതെ. നന്ദകുമാർ ചേർത്തലയിൽ നിന്ന് ജയിച്ചാൽ ഇവിടെയുള്ള മുഴുവൻ കൂലിപ്പണിക്കാരെയും സർക്കാർ ജോലിക്കാരാക്കി മാറ്റുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും 1500 രൂപ ദിവസ വേതനം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാം നടക്കട്ടെ. ചേർത്തലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.